ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമായ സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. സഭയുടെ ആരാധനാ വർഷം അനുസരിച്ച് സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകൾ ആരാധനാ കലണ്ടറിലെ ഏറ്റവും അവസാനത്തെ നാളുകളാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ ആരാധനാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, കൗദാശിക ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് അവലോകനം ചെയ്യേണ്ടുന്ന നാളുകളാണ് സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകൾ. അതിന് സഹായിക്കുന്ന വേദഭാഗങ്ങളാണ് പിതാക്കന്മാർ ഈ നാളുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കുള്ള വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. പ്രധാനമായും യുഗാന്ത്യ ദർശനത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. കർത്താവ് അതിപ്രധാനമായ 2 കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം അഴിഞ്ഞു പോകും, ആകാശവും ഭൂമിയും ഒക്കെ മാറ്റപ്പെടും, എന്നാൽ എന്റെ വചനങ്ങൾ നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ സത്യവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഇതെക്കാലവും നിലനിൽക്കും. ബാക്കിയുള്ളതെല്ലാം മാറിപ്പോകും. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഇതെല്ലാം നീങ്ങിപ്പോകും. എന്നാൽ വചനം ഉള്ള ഒരു മനുഷ്യൻ എക്കാലവും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ നമ്മൾ കുറെ കൂടി സ്നേഹിക്കണം. ഈ വചനത്തെ നമുക്ക് ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാം. യുഗാന്ത്യ ദർശനത്തെ കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യത്തിൽ അരിമനാഥൻ പറയുകയാണ്, നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയെന്നോ? നിങ്ങളുടെ യജമാനൻ വരും. കോൺഷ്യസ് അബൌട്ട് യുവർ മാസ്റ്റർ. നമ്മുടെ യജമാനെ കുറിച്ച്, ക്രിസ്തുവാകുന്ന യജമാനന്റെ വരവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയിരിക്കാം. അവൻ വരും കേട്ടോ. അവന്റെ 2ാമത്തെ വരവിനായി കാത്തിരിക്കുമ്പോൾ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകും. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. ഉണർവോടുകൂടി അവനെ നമുക്ക് നോക്കി കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ യുഗാന്ത്യ ദർശനം സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ അനുഭൂതിയായി തീരും. വചനങ്ങൾ ഹൃദയത്തിലുണ്ടാകണമേ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.